ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വചനം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു വ്യത്യസ്തമായിരിക്കുന്ന പാഠങ്ങൾ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്ഷമയെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ പഠിപ്പിക്കലാണ് ആദ്യം കർത്താവ് നൽകുന്നത്. അതിനുശേഷം ദാസന്റെ കടമ എന്താണ് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ കർത്താവ് വിവരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതിൻ്റെ മധ്യത്തിലാണ് യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന സംഭവം പറയുന്നത്. ആ സംഭവം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം യേശു യെരുശലേമിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോഴാണ്, ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുഷ്ഠരോഗികളായ 10 പേർ യേശുവിനെ എതിർപ്പെടുകയാണ്. ഈ 10 പേർ യേശുവിനെ എതിർപ്പെടുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തങ്ങൾക്ക് സൗഖ്യമാകണം. ആ 10 പേരോടും കർത്താവ് നിങ്ങൾക്ക് സൗഖ്യമായി എന്നല്ല പറയുന്നത്, അതിന് ബദലായി നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ എന്നാണ് പറയുന്നത്. ആ 10 പേരും കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായി. നാം വായിക്കുന്നത് അവർ പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ചപ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു. എന്നാൽ നാം വായിച്ച വചനത്തിൽ ആ സൗഖ്യം പ്രാപിച്ചവരിൽ ഒരാൾ, അവന് സംഭവിച്ച ചില ചേഞ്ചുകളാണ്, ചില വ്യതിയാനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒന്നാമത് 15-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നത്, തനിക്ക് സൗഖ്യം വന്നത് അവൻ കണ്ടു. പോകുന്ന വഴിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ വഴിയിൽ കർത്താവ് പറഞ്ഞ വാക്ക് അതുപോലെ അനുസരിക്കുകയും പുരോഹിതന്റെ അരികിലേക്ക് പോകുകയും ചെയ്യുമ്പോൾ അവരുടെ ശരീരങ്ങളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു കാര്യം മനസ്സിലായി: തങ്ങളുടെ രോഗത്തിന് പരിപൂർണ സൗഖ്യം ലഭിക്കാനിടയായി. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട്. 10 പേരും സൗഖ്യമായെങ്കിലും ആ ഒരു വ്യക്തി മാത്രമേ, ശമരിയക്കാരനായ ഒരു വ്യക്തി മാത്രമേ സൗഖ്യം വന്നത് കണ്ടുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. രണ്ടാമത്, ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ 10 പേരുടെ ആവശ്യവും ഉച്ചത്തിലായിരുന്നു. 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ആവശ്യവും ഉച്ചത്തിലായിരുന്നു, നന്ദിയും അവർ ഉച്ചത്തിലാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നാം നന്ദി പറയുന്നവരായിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഏകസത്യ ദൈവമായ ഈ അണ്ടകടാഹം മുഴുവൻ നിർമ്മിച്ച മഹോന്നതനായ ദൈവത്തോട് നാം നന്ദി പറയുന്നവരായിരിക്കണം. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പദപ്രയോഗം അവൻ മടങ്ങി വന്നു എന്നുള്ളതാണ്. എവിടുന്നാണോ സൗഖ്യം ലഭിച്ചത്, ആരാണോ സൗഖ്യം കൊടുത്തത്, ആ വ്യക്തിയുടെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ദൈവം ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നാം മടങ്ങി വന്ന് നന്ദി പറയേണ്ടത് വളരെ ആവശ്യമാണ്. യേശുവിൻ്റെ അടുക്കിലേക്കാണ് അവൻ മടങ്ങി വന്നത്. സത്യത്തിൽ ശമരിയക്കാരനായ അവന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതിന് യാതൊരു ബാധ്യതയുമില്ല. ഒരുപക്ഷെ അവന് ശമരിയക്കാരനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മറ്റു 9 പേരും യഹൂദന്മാരായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് യാതൊരു വിധമായ പ്രസ്താവനയും ചെയ്യാതിരുന്നത്. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ മടങ്ങി വരികയാണ്. നാലാമത് നാം വായിക്കുന്നത്, അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു എന്നുള്ളതാണ്. കർത്താവിൻ്റെ കാൽക്കൽ വീണു. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, ദൈവം ചെയ്യുന്ന നന്ദി ഓർക്കുമ്പോൾ, ദൈവം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ കാൽക്കൽ വീഴാതിരിക്കുവാനായിട്ട് കഴിയില്ല. അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടമുണ്ടായിരുന്നു, ഒരു ആചാരമുണ്ടായിരുന്നു. നാം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അബ്രഹാം നിലം വരെ കുനിഞ്ഞ് ആ വഴിപോക്കരെ, ദൂതന്മാരാണെന്ന് അറിഞ്ഞില്ല, അങ്ങനെ വഴി പോകുന്ന ആളുകളെ നമസ്കരിച്ചതായിട്ടാണ് നാം രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാം കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ കവണു വീഴുകയാണ്, നന്ദി പറയുകയാണ്. കാരണം തന്നെ ഈ വലിയ
രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയ ദൈവത്തോട്. അവസാനം നാം വായിക്കുന്നത് അവന് നന്ദി പറഞ്ഞു എന്നാണ്. നന്ദി പറയുക അത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല. നന്ദിയുള്ള ഹൃദയം അത് എല്ലാവർക്കും ഒരുപക്ഷെ പറയുവാൻ കഴിഞ്ഞു എന്ന് വരികില്ല. വിശാല ഹൃദയവും ദൈവത്തോടുള്ള പ്രതിപത്തിയുമുള്ളവർക്ക് മാത്രമേ നന്ദി പറയുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനം കാണാൻ കഴിയും: നന്ദിയുള്ളവരായും ഇരിപ്പിൻ. പലപ്പോഴും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾക്ക്, മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാൻ അവസരമില്ല. അല്ലെങ്കിൽ എന്തിന് ഞാനത് പറയണം എന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷേ ഇവൻ ശമര്യക്കാരനാണ്. യഹൂദനോട് യാതൊരു വിധമായ ബന്ധവുമില്ലാത്ത ആളാണ്. പക്ഷേ എന്നിട്ടും യേശുവിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറയാൻ. ഒരു വാക്ക് നമുക്ക് ഉപകാരം ചെയ്ത ആളോട് തിരിച്ചു പറയുന്നതിനകത്ത് നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കാനായിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മളും മുഖാന്തരവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ആനന്ദമുണ്ടാകും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ദൈവത്തോടും അതിന് നിദാനമായി തീരുന്ന മനുഷ്യരോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഈ ശമര്യക്കാരൻ, അവനെക്കുറിച്ച് വായിക്കുന്നത് അവനോ ശമര്യക്കാരനായിരുന്നു. ഈ ശമര്യക്കാരൻ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവനായി മാറി. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഉപകാരം ചെയ്യുന്ന ദൈവത്തോടും അതിന് നിദാനമായി തരുന്ന മനുഷ്യരോടും നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിക്കൊണ്ട് സ്തോത്രം. ഈ ദിവസം അങ്ങേക്ക് പ്രസാദമായി ജീവിക്കാൻ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പല വിധത്തിൽ രോഗികളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലിന്റെയും ആശ്വാസത്തിനെയും കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ സന്നിധിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.